വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകങ്ങളിൽ 50-ാമത്തെയും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 4-ാമത്തേതുമാണ് 21 അധ്യായങ്ങളിലായി വിവരിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിൽ യേശുവിന്റെ ദൈവത്വം, ആത്മീയത, വ്യക്തിപരമായ ബന്ധം എന്നിവയെ കൂടുതൽ ആഴത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. AD 95 എഫേസോസിൽ വെച്ച് ഇതിന്റെ രചന പൂർത്തിയായിരിക്കണം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ 19-ാം അധ്യായം 34-35 തിരുവചനങ്ങൾ. ഇത് വിശുദ്ധ യോഹന്നാന്റെ ഒരു ദൃക്സാക്ഷി വിവരണമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതായ തിരുവചനങ്ങൾ ഇവയാണ്. യേശുവിന്റെ ദൈവത്വം നേരിട്ട് പ്രഖ്യാപിക്കുന്ന വചനം ദൈവം തന്നെയായിരുന്നു എന്ന 1-ാം അധ്യായം 1-ാം തിരുവചനം. യേശു രക്ഷയുടെ ഹൃദയം എന്ന യോഹന്നാൻ 3:16. ദൈവം ലോകത്തെ ഇങ്ങനെ സ്നേഹിച്ചു. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്, ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. യോഹന്നാൻ 8:12. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. യോഹന്നാൻ 10:11. ഞാനാണ് നല്ല ഇടയൻ. യോഹന്നാൻ 11:25. ഞാനാണ് ഉയർപ്പും ജീവനും. യോഹന്നാൻ 14:6. ഞാനാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാൻ 17:21. യേശുവിന്റെ പ്രാർത്ഥന, അവർ എല്ലാം ഒന്നായിരിക്കട്ടെ. യോഹന്നാൻ 20:29. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.